ഇന്നലെ ആ യോഗം കഴിഞ്ഞതിന് ശേഷവും പ്രസംഗത്തിലും പറഞ്ഞത് ശരിയായ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷക്കാരും ആ കൺവെൻഷനിൽ പങ്കെടുത്ത ആളുകളാണ് എന്നുള്ളതാണ് അവരെ അവകാശപ്പെടുന്നത്. അത് അവരുടെ അവകാശമല്ലേ. ഞങ്ങൾ CPIM ആയിട്ട് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ലെഗസി മുഴുവൻ ഉൾക്കൊള്ളുന്ന, ഇന്ത്യയിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ ലെഗസിയും ഉൾക്കൊള്ളുന്നത് CPIM ആണ്. ആ CPIM തന്നെയാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഈ തെറ്റായ പ്രവണതകൾ ഉണ്ടാകുമ്പോൾ പാർട്ടിയിൽ പലപ്പോഴും അത് ചോദ്യം ചെയ്യപ്പെടാറുണ്ടെന്നും 64-ലെ പിളർപ്പ് അതിനൊരു ഉദാഹരണമാണെന്നും എന്നുള്ളതും ഇന്നലെ ശശി വാർത്താ സമ്മേളനത്തിനിടെ പറയുകയുണ്ടായി. വലിയ വലിയ കാര്യങ്ങളല്ലേ അതൊക്കെ. 64-ല് ഒന്നാമത് പിളരുകയല്ല ചെയ്തത്. 64-ൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPI മാർക്സിസ്റ്റ് എന്ന പേരിൽ പുനഃസംഘടിപ്പിക്കുക ചെയ്തത്. അപ്പോൾ ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം CPI മാർക്സിസ്റ്റായി 1964-ൽ പുനഃസംഘടിപ്പിക്കപ്പെട്ടതൊക്കെ സൈദ്ധാന്തികവും പ്രത്യയശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള കാരണം കൊണ്ടാണ്. അതൊക്കെ ഈ വക ചെറിയ കാര്യങ്ങളിലേക്ക് ചുരുക്കുക എന്നൊക്കെ പറയുന്നത് എത്ര നിസ്സാരവൽക്കരിക്കുക. അതൊക്കെ ഈ ആളുകൾ, ഒരുപാട് ആളുകൾ അവിടെ വന്നിട്ട് പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾ, ലോക്കൽ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച, ഏരിയ സെക്രട്ടറിമാരായി പ്രവർത്തിച്ച ആളുകൾ പോലും. അപ്പോൾ അത് എന്തുകൊണ്ടായിരിക്കും ആളുകൾ ഇങ്ങനെ പോകുന്നത്? അവർക്ക് അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പാർട്ടി ഒരു പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുന്നത് പാർട്ടിയുടെ രീതിയിലാണ്. പാർട്ടിക്കൊരു രീതിയുണ്ട്. ആ പാർട്ടിയുടെ രീതിയിലാണ് പാർട്ടി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതായിരിക്കില്ല. അതിൻ്റെ നീരസം അവർക്കുണ്ടാവും. സാധാരണ കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ ആ വ്യക്തിപരമായിട്ടുണ്ടാവുന്ന അതൃപ്തിയൊക്കെ നിലനിർത്തിയിട്ട് തന്നെ പാർട്ടിയാണ് വലുത്, അതുകൊണ്ട് പാർട്ടിക്ക് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുകയും ചെയ്യാം. അങ്ങനെ പാർട്ടിയാണ് വലുത് എന്ന് തോന്നാൻ കഴിയാത്ത ചിലർക്ക് അവരുടെ നീരസം മനസ്സിൽ സൂക്ഷിക്കുന്നവരുണ്ടാവും. അത് ശരിയാവും. പിന്നീട് അവർക്ക് തോന്നും പാർട്ടി തന്നെയാണ് ശരി, പാർട്ടി തന്നെയാണ് ഏറ്റവും വലിയ ശരി എന്ന് എല്ലാവരും തിരിച്ചറിയും. അത് തിരിച്ചറിഞ്ഞവരായിരുന്നു പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള ഗൗരിയമ്മ. ഗൗരിയമ്മയും അരുവാൾ ചുറ്റിക നക്ഷത്രം ആലേഖനം ചെയ്തിട്ടുള്ള ചെങ്കൊടി പുതപ്പിച്ച് പാർട്ടി നേതൃത്വത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പുന്നപ്ര വലിയ ചുടുകാട്ടിൽ സംസ്കരിച്ചത്. ME രാഘവൻ പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പോയപ്പോൾ ഇതിലും വലിയ വെല്ലുവിളി ഉയർത്തിയതായിരുന്നു. രാഘവൻ്റെ അവസാന കാലത്ത് രാഘവനും എനിക്ക് CPMലേക്ക് വരണം എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അവരെല്ലാവരും CPMലേക്ക് വന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് പോകുന്നവരെല്ലാം ഒരു ഘട്ടം കഴിഞ്ഞാൽ വൈകാരികത തീർന്നാൽ തിരിച്ച് ഈ പാർട്ടിയിലേക്ക് തന്നെ വരും. വരാതിരിക്കാൻ പറ്റില്ല അവർക്ക്. തീർച്ചയായിട്ടും എൻ്റെ സഹോദര, നിങ്ങൾക്ക് വലിയ ഭൂതകാലം ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല. എന്നാൽ ഈ ചെറിയ ഭൂതകാലത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വിമർശിക്കുകയല്ല, ആക്ഷേപിച്ചു. ഈ ജില്ലയിൽ തന്നെയുള്ള ചിലർ. അന്ന് എങ്ങനെയാണ് അത് പറയുക? പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അന്ന് പിണറായിയാണ്. പിണറായി വ്യക്തിപരമായിട്ട് പിണറായിയുടെ പിതൃത്വത്തെ തന്നെ ആക്ഷേപിച്ചു. ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റിലുണ്ട് ഇന്ന് അദ്ദേഹം. പാർട്ടി തെറ്റുതിരുത്തിയാൽ ഞങ്ങളെല്ലാം പാർട്ടിക്കൊപ്പം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉള്ളവരും തെറ്റുതിരുത്തി കഴിഞ്ഞാൽ ഇനിയും തിരിച്ചു വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. എന്താ സംശയം? കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉടമസ്ഥന്മാരൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഉടമസ്ഥൻ ജനങ്ങളാണ്. എല്ലാവരുടെയും പാർട്ടിയെ CPIM. പാർട്ടിയുടെ പൊതുധാരയിൽ നിന്ന് വിട്ടുപോകുന്നവർക്ക് ചിലപ്പോൾ പാർട്ടി എടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ നീരസമുള്ളത് കൊണ്ടോ വിഷമമുള്ളത് കൊണ്ടോ ആയിരിക്കും. ആ ഒരു വൈകാരികത കഴിഞ്ഞാൽ അവർക്ക് CPMൻ്റെ കൂടെ വരണം. ഉള്ളിൽ കമ്മ്യൂണിസ്റ്റുള്ള ഒരാൾക്കും CPIയിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. CPMൻ്റെ കൂടെ വരും അവരൊക്കെ. ഈ കുറച്ച് കാലമായിട്ടാണല്ലേ ഈ ശശിയുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വരുന്നത്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ സംസ്ഥാന നേതൃത്വം ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഞാൻ നിങ്ങളോട് പറഞ്ഞു, പാർട്ടിയുടെ അകത്ത് ഉയർന്നു വരുന്ന പാർട്ടിയുടെ സംഘടനാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിനും അത് പരിഹരിക്കുന്നതിനും ഞങ്ങളുടെ പാർട്ടിക്ക് ഞങ്ങളുടെ സ്വന്തം രീതികളുണ്ട്. ആ രീതി അനുസരിച്ചിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ചിലർക്ക്. അത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും, പാർട്ടിക്ക് പാർട്ടിയുടെ അഭിപ്രായം ഉണ്ടാവുക. അപ്പോൾ പാർട്ടിയുടെ അഭിപ്രായം വ്യക്തിയുടെ അഭിപ്രായം കൂടിയിട്ടുള്ള സംഘർഷത്തിൽ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ വ്യക്തിയുടെ അഭിപ്രായം കീഴ്പ്പെടുത്തുകയും പാർട്ടിയുടെ അഭിപ്രായം സ്വീകരിക്കുകയാണ് ചെയ്യാറ്. അത് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്നത്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തോന്നും പാർട്ടിയാണ് ശരി, പാർട്ടി തന്നെയാണ് ശരി, പാർട്ടിയാണ് ശരി, ശരിയായിട്ടുള്ള പാർട്ടിയുടെ കൂടെ അവരുടെ തെറ്റുകൾ തിരിച്ചറിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ വരും. അതാണ് കേരളത്തിൻ്റെ ചരിത്രം. അതാണ് ഗൗരിയമ്മയുടെ ചരിത്രം, ME രാഘവൻ്റെ ചരിത്രം.
അങ്ങനെ എത്രയോ ചരിത്രങ്ങളുണ്ട്. അവരൊക്കെ അവസാനം പാർട്ടിയുടെ കൂടെയാണ് വന്നത്. മുതിർന്ന നേതാവ് ജി സുധാകരന്റെ പരാതി പൂർണ്ണമായിട്ടും പരിഹരിക്കപ്പെടും. അവർ പരിഹരിച്ചോളുന്നു. ഒരു സംശയമുണ്ട്. ടി കെ ശശി പ്രധാനമായിട്ട് പറഞ്ഞത് ഒരു സ്പിരിറ്റ് കച്ചവടക്കാരനാണ് ജില്ലാ സെക്രട്ടറിയുടെ കസേരയിൽ ഇരിക്കുന്നത്. അങ്ങനെ ഒരു അഭിപ്രായം സംസ്ഥാന സമിതി അംഗമായ എൻ കൃഷ്ണസിംഗ് അത് ജില്ലാ സെക്രട്ടറി ഇന്നലെ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊന്നുമല്ല. ഇതൊക്കെ ഒരു ഗൗരവപ്പെട്ട കാര്യം പറയുന്ന സമയത്ത് പറയേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇത്ര നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ശശി പറഞ്ഞതിന് സുരേഷ് ബാബു മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ ഇന്നലെ. തെളിവ് അല്ല, അതൊക്കെ ഇതൊക്കെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളല്ല. ഞാൻ CPM-ന്റെ കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സെക്രട്ടറി വിശദീകരിച്ചല്ലോ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്. തീർച്ചയായിട്ടും സെക്രട്ടറിക്കെതിരെ അദ്ദേഹം ഒരു ആക്ഷേപം ഉന്നയിച്ചു. ആ ഉന്നയിച്ച ആക്ഷേപത്തിന് സെക്രട്ടറി മറുപടിയും പറഞ്ഞു. അത് അതോടെ കഴിഞ്ഞു. ആണോ അല്ലേ എന്നുള്ളത് അവരാ പറയേണ്ടത്. അല്ലെങ്കിൽ ശശി എന്തിനാ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം ഉന്നയിക്കുന്നത്? അതിനുള്ള ആക്ഷേപത്തിന് സുരേഷ് ബാബു മറുപടിയും പറഞ്ഞിട്ടുണ്ട്. അതോടെ കഴിഞ്ഞു. അത് ഇനി ശശിയുടെ കയ്യിൽ കൂടുതൽ തെളിവുണ്ടെങ്കിൽ ശശി പുറത്തേക്ക് വിടുമ്പോൾ സുരേഷ് ബാബു അതിനെ മറികടന്നോളും. അതല്ലേ ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾ ഗൗരവപ്പെട്ട കാര്യങ്ങൾ ചോദിക്കുക. എനിക്ക് ഇമാതിരിയുള്ള നിസ്സാര കാര്യങ്ങളിലൊന്നും അഭിപ്രായമില്ലാത്ത ഒരാളാണ്.